Morning. Magic morning. Okay. Magic morning. Magic morning. Okay. ബാക്കി മാജിക് മോർണിംഗ്സ് ഒക്കെ എവിടെ? കേൾക്കുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ. Magic morning. Okay, Magic okay. morning. Magic morning. Magic morning. Okay. Thank you all. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് സെഷൻ എടുക്കുന്ന ഓസ്റ്റിൻ സാറാണ്. സാറുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടീ ആണ്. ഓക്കെ. ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒരു സെഷൻ എടുക്കാൻ വരുന്ന ഓസ്റ്റിൻ സാറെ ഇൻവൈറ്റ് ചെയ്യുന്ന ഓസ്റ്റിൻ സാർ, പ്ലീസ് വെൽക്കം സർ. Thank you, Govia. Thank you so much. Happy morning. എല്ലാവരും ഓക്കെ അല്ലേ? ഹാപ്പി മോർണിംഗ്. ആരെങ്കിലും Happy morning, sir. രാവിലെ തന്നെ ചായ കുടിച്ചോ? എന്റെ ചായ റെഡിയാണ്. ആരെങ്കിലും ചായ കുടിച്ചോ? ടീ കുടിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ല. No. ഇല്ല. ഓ, നിങ്ങളൊക്കെ നല്ല ആൾക്കാരാണോ? രാവിലെ ചായ കുടിക്കില്ല? ചായ കുടിക്കുന്ന കുടിച്ചില്ല. ശീലമല്ലേ? ഇല്ല. ഉണ്ട്. ശീലമില്ലാത്തോണ്ടാണോ അതോ റുട്ടീന്റെ കുടിക്കും. ഭാഗമായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണോ കുടിക്കുക? കുറച്ച് കഴിഞ്ഞ് കുടിക്കും. ആണല്ലേ. അപ്പൊ ആരും ചായ കുടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ മാത്രം ഞാനും കുടിക്കാൻ പോകുന്നുള്ളൂ. ടീ റെഡിയാണ്. അത് ഒരു കട്ടൻ ചായയാണ് കുടിക്കുന്നത്, വിത്തൗട്ട് ഷുഗർ. അപ്പൊ രാവിലെ തന്നെ ചായ കുടിക്കാൻ പോവാണ്. ഈ ചായയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ചായ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എവിടെ ആരുമില്ലല്ലോ, എല്ലാവരും ഉറങ്ങാണോ? ചായ ഇഷ്ടമാണ് സർ. ചായയാണ്. ഓക്കെ. ചായയാണോ കാപ്പിയാണോ കുടിക്കാറ്? ചായ. ചായ. ചായക്കാരൊക്കെ ഒരു തംസ് അടിച്ചേ, ഒരു തംസപ്പോ യെസ്സോ എന്തെങ്കിലും ഒക്കെ എടുത്ത് ചായ മാത്രം കുടിക്കുന്നവർ, അല്ലെങ്കിൽ ചായ ഇഷ്ടമുള്ള ആൾക്കാർ. ഒരാള്, രണ്ടാള്. ഓക്കെ. സന്ധ്യ, മേഘ, ഓക്കെ. ജെസ്സി, വിൻസെന്റ്, താങ്ക് യു. ആരെങ്കിലും ഒരാളും ചായ ഉണ്ടാക്കണം എങ്ങനെയെന്ന് പറഞ്ഞുതരാവോ? ഹലോ, ആരെങ്കിലും ഒന്ന് ഉഷാറായിട്ട് വന്നേ. കുടിച്ചല്ല പരിചയമുള്ളൂ. കുടിച്ചേ പരിചയമുള്ളൂ. ഓക്കെ. അന്ന് ഉണ്ടാക്കി പരിചയമുള്ളവർ ആരെങ്കിലും ചായ ഉണ്ടാക്കണേന്ന് പറയാവോ? ചായം വെള്ളം തിളപ്പിക്കുക, കുറച്ച് പൊടി ഇടുക, കട്ടൻ ചായയായി. പിന്നെ ഷുഗർ വേണ്ടവർക്ക് ഷുഗർ ഇടുക, മിൽക്ക് വേണമെങ്കിൽ ചേർത്താം. വെരി ഗുഡ്. ഷൈമിന? സാറ് ചായയും വെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് തേയില ഇടുക. പിന്നെ സാറ് പറഞ്ഞ പോലെ മധുരം വേണ്ടവർക്ക് കൊടുക്കുക, അല്ലാത്തവർക്ക് വേണ്ട. അത്രേ ഉള്ളൂ. അതിനകത്ത് പിന്നെ ഒരു ഏലക്കയോ എന്തെങ്കിലും ഒന്ന് ഇടുക, ഒരു ഫ്ലേവറിന് വേണ്ടി, ഇഷ്ടമുള്ളവർക്ക്. വെരി ഗുഡ്. വേറെ ആർക്കെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ ചായ ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടോ? ഇതല്ലാതെ, ഈ പറഞ്ഞ രീതി അല്ലാതെ? ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പാലും വെള്ളവും ചേർത്ത് തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടിയിട്ടിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുക. അല്ലാതെ ഉണ്ടാക്കാം. കട്ടൻ ചായ ആകുന്ന സമയത്ത് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടിയിടും. ഓക്കെ. നിങ്ങൾ ആരെങ്കിലും ഈ ടീ ബാഗ് ഇട്ട് ചായ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പോ നിങ്ങൾ വിചാരിക്കുന്ന രാവിലെ തന്നെ ചായ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ക്ലാസ് ആണോ നിന്ന്? ഓക്കെ. അപ്പോ സത്യത്തില് നമ്മൾ ഇന്ന് പറയുന്നത് ഒരു ചായക്കഥയാണ്. എന്താണ് ചായക്കഥ? നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മള് വെള്ളം തിളപ്പിച്ചിട്ട് ഒരു ടീ ബാഗ് അല്ലെങ്കിൽ ഒരു ചായപ്പൊടി നമ്മള് മറ്റേ തിളച്ച വെള്ളത്തിലേക്ക് ഇടുമ്പോഴാണ് അതിന്റെ സംഭവമൊക്കെ പുറത്തു വരുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയ ഒരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് ഈ ടീ ബാഗ് പോലെയോ ഈ തേയിലപ്പൊടി പോലെയോ ആണ് എന്നാണ് എനിക്ക് എന്റെ ഒരു ആദ്യ തോട്ട് ചായയെ കുറിച്ച് കേൾക്കുമ്പോൾ. കാരണം നമ്മൾ വെറുതെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാല് ചായ ബാഗ് എവിടെയെങ്കിലും, ഇപ്പൊ ഈ ടീ ബാഗ്, ഞാൻ ഓൾറെഡി ഒരു ടീ ബാഗ് ഇട്ട് ചായ എടുത്തോണ്ടാണ്. ഈ ടീ ബാഗ് എന്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല.
പക്ഷെ ഈ ടീ ബാഗ് ഞാൻ എൻ്റെ ഈ ചൂടുവെള്ളത്തിലേക്ക് ഇടുമ്പോഴാണ് ഇതിന്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും പുറത്തു വരുന്നത്. നമുക്കറിയാം നമ്മുടെ ഒരു എന്താ പറയാ ഒരു ടീ ബാഗ് അല്ലെങ്കിൽ നമ്മളെ തേയില എന്ന് പറയുന്ന സാധനം ചൂടുവെള്ളത്തിൽ വീണ് കഴിയുമ്പോൾ ആ ചൂടുവെള്ളത്തിന്റെ നിറവും കാര്യങ്ങളൊക്കെ മാറുകയും അതൊരു ടീ ആയിട്ട് മാറും. അവസാനം ആ തേയിലപ്പൊടിയൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ മാറ്റിയിട്ടാണ് നമ്മൾ കുടിക്കുക. അപ്പോൾ ഇതിൽ എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാവുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഈ ചൂടുവെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ആ സാഹചര്യങ്ങളും ഇഷ്യൂസും പ്രശ്നങ്ങളും ഒക്കെയാണ്. നമ്മൾ എന്ന് പറയുന്ന ഒരു ടീ ബാഗിന്റെ റിയൽ ആരോമ, റിയൽ സ്ട്രെങ്ത് പുറത്തു വരുന്നത് ഇതുപോലെ ചൂടുവെള്ളങ്ങളിൽ വീഴുമ്പോൾ മാത്രമാണ്. നോർമൽ കണ്ടീഷൻസിൽ നമുക്കറിയാം, നോർമലായിട്ട് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ ഔട്ട്പുട്ടും ഒന്നും നമുക്ക് അറിയാനായിട്ട് പലപ്പോഴും പറ്റാറില്ല. അപ്പൊ നമ്മൾ എന്താണെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ സ്ട്രെയിനും സ്ട്രഗിളും ഒക്കെയുള്ള സമയത്താണ് ഓസ്റ്റിൻ എന്താണെന്ന് പറഞ്ഞ വ്യക്തിയുടെ റിയൽ ഔട്ട്പുട്ട് പുറത്തു വരുന്നത്. നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ ഇങ്ങനെ എന്താ പറയാ ഉറങ്ങിയിരിക്കണ സമയത്ത് പലപ്പോഴും നമ്മുടെ ഔട്ട്പുട്ട് കൃത്യമായിട്ട് വരാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ വിചാരിക്കും എന്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ട്, നമുക്കറിയുന്നത് പല ആളുകളും എന്താ ചെയ്യുന്നത് വെച്ചാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുക, ഓടിപ്പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുക, ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴേക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കാണ് ആളുകൾ നീങ്ങുന്നത്. പക്ഷെ സത്യത്തില് ഈ പറഞ്ഞ ടെസ്റ്റും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് തരുന്നതിന്റെ ഒരു കാരണം ദൈവം അല്ലെങ്കിൽ ഗോഡ് നമ്മുടെ ഒരു ബെസ്റ്റ് സാധനം പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളെ ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു ഫുൾ എസൻസ് പുറത്തെടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മളെ ക്രിയേറ്റ് ചെയ്യുക ചെയ്യും. ഇപ്പൊ നോക്കിക്കോ, ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരിക്കുന്നതെല്ലാം ഇതുപോലെ സ്ട്രഗിൾ ടൈംസിനെ അവരെങ്ങനെ ഔട്ട്കം ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് നോക്കി അറിയാൻ പറ്റും, നമ്മളെ ചുറ്റുമുള്ള നേതാക്കൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഏറ്റവും ബെസ്റ്റ് വന്നിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി വരുന്ന സമയത്താണ്. ഇപ്പം ഞാൻ വീണ്ടും ടാറ്റയുടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ടാറ്റ ഒരു വളരെ കംഫർട്ട് സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് ടാറ്റ അതുവരെ ചെയ്തിരുന്ന ബിസിനസ്സിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരു കാർ ബിസിനസ് തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആ കാർ ബിസിനസ്സിലേക്ക് അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് റിയൽ ഹീറ്റ് അദ്ദേഹം അനുഭവിക്കുന്നത്. റിയൽ ഹീറ്റ് അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ റിയൽ ഹീറ്റ് അനുഭവിച്ചു? കാർ മാനുഫാക്ചറിങ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കാർ മാനുഫാക്ചറിങ് ആണ്. അത് തുടങ്ങി, അത് പ്രൊഡക്ഷൻ പൂർത്തിയായി, കാറ് വിചാരിച്ച പോലെ സീലാവുന്നില്ല, കാറിന് കുറെ കംപ്ലൈന്റ്സ് വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു. സോ ഇറ്റ് വാസ് ഇൻ എ ടെസ്റ്റ് മൂഡ്. പുള്ളി അത് വിൽക്കാൻ ശ്രമിക്കുന്നു. വിൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് അതിലും വലിയൊരു അപമാനം അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. ഫോർഡ് പോലുള്ള ഒരു കമ്പനി അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കാണ്, ഞങ്ങൾ മേടിച്ചോളാം, വി ആർ ഗോയിങ് ടു ഡു എ ഫേവർ ഫോർ യു, ബട്ട് നിങ്ങൾ എന്തിനാണ് ഈ അറിയാൻ പാടില്ലാത്ത പണിക്കൊക്കെ പോയത്? വൈ യു ഹാവ് ഗോൺ ഫോർ ദ ജോബ് ലൈക്ക് യു ഡോണ്ട് നോ? നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത പണിക്ക് പോയിട്ടില്ല ഇതുപോലെ കിട്ടിയത്. ആ അപമാന ഭാരത്തില് അദ്ദേഹം നിൽക്കുന്ന സമയത്താണ് എന്താ സംഭവിക്കുന്നത്? അദ്ദേഹത്തിന്റെ റിയൽ ഔട്ട്പുട്ട് വരുന്നത് തിരിച്ചു വരികയും വീണ്ടും അതിനകത്ത് എഫേർട്ട് ഇടുകയും വൺ ഓഫ് ദ നമ്പർ 1 ബ്രാൻഡായിട്ട് മാറുകയും തിരിച്ച് ഈ അപമാനിച്ച അതേ ബ്രാൻഡിനെ തിരിച്ചു പോയിട്ട് അദ്ദേഹം പിന്നീട് വാങ്ങി ഏറ്റവും വലിയ പ്രോഫിറ്റബിൾ കമ്പനി ആയിട്ടുള്ള ഒരു ടാറ്റ കാർ എന്നുള്ളതിന്റെ ആ ഒരു ബ്രാൻഡ് ഫോറിൻ ബ്രാൻഡ്സ് പോലും ചെയ്യാവുന്ന രീതിയിലേക്ക് അദ്ദേഹം വളരുകയും ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേ. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വന്നിരിക്കുന്നത് ഏറ്റവും ടഫ് ടൈമിലായിരിക്കും. ഏറ്റവും പ്രോബ്ലംസ് ഉള്ള സമയത്തായിരിക്കും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. കാരണം ഒരു ടീ ബാഗ് പോലെ അല്ലെങ്കിൽ ഒരു തേയില ഒരു ചൂടുവെള്ളത്തിൽ വീഴുന്നത് പോലെ ആ ചൂടുവെള്ളത്തിൽ വീഴുമ്പോഴാണ് നമ്മൾ എന്താണെന്നുള്ളൊരു സംഭവം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പൊ അതുവരെ ചിലപ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെ ജീവിച്ചിരുന്ന ആളുകളൊക്കെ പെട്ടെന്ന് അവര് ഔട്ട്പുട്ട് വരുന്നു. ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്ന ഒരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം വളരെ പാവപ്പെട്ട രീതിയിൽ എന്താ പറയാ ഭർത്താവ് പറയുന്നത് മാത്രം കേട്ട് വേറെ ഈ ലോകത്തെ പറ്റി ഒന്നും അറിയാതെ ഇങ്ങനെ നടക്കുന്ന ഒരു ആള് പെട്ടെന്ന്, നമുക്കറിയാം പല വിധവകളെയും കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് ഒരു ദിവസം ഭർത്താവ് മരിച്ചുപോയി.
അതായത് അതുവരെ ഭർത്താവിന്റെ കാര്യങ്ങൾ ചെയ്യുക, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക, ബാക്കി സാമ്പത്തികമായിട്ട് എന്താണെന്ന് അറിഞ്ഞൂടാ, ഇത് എവിടുന്ന പൈസ വരണേന്ന് അറിഞ്ഞൂടാ, കറക്റ്റായിട്ട് അദ്ദേഹം പൈസ കൊണ്ടുവരുന്നു, ഭക്ഷണമൊക്കെ വെച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരാള് പെട്ടെന്ന് ഒരു ദിവസം ഭർത്താവ് മരിച്ചുപോയി, ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ആ സ്ത്രീ പിന്നെ എന്ത് ചെയ്യും? ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ചിന്തിക്കും, ദൈവമേ ഈ സ്ത്രീ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഭർത്താവിന്റെ വിരൽ മാത്രം പിടിച്ച് നടന്നിരുന്ന ഒരു പെൺകുട്ടി ഇനി മുതൽ എങ്ങനെ ജീവിക്കും? പക്ഷെ 100% ആളുകളും പിന്നെയാണ് അവരുടെ റിയൽ എസെൻസ് അല്ലെങ്കിൽ റിയൽ ഔട്ട്പുട്ട് കാണുന്നത്. അവർ ജീവിതത്തിൽ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നതും ജീവിതത്തെ കരുത്തോടെ നേരിടുന്നതും ജീവിതത്തെ ഏറ്റവും ടോപ്പായിട്ട് കൊണ്ടുപോകുന്നത് കാണാൻ പറ്റും. കഫേ കോഫി ഡേയുടെ ഒരു അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. കഫേ കോഫി ഡേ അറിയോ? അങ്ങനെ ഒരു ബ്രാൻഡ് അറിയോ? കഫേ കോഫി ഡേ ബാംഗ്ലൂരുള്ളവർക്കൊക്കെ പറയാൻ പറ്റുമോ? കഫേ കോഫി ഡേ എന്താണ്? ബാംഗ്ലൂരുള്ള ആരെങ്കിലും ഒന്ന് പറയുന്നേ. കഫേ കോഫി ഡേ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് സാർ. ഏതാണ്? എന്താണ് അത്? ശ്രീഷ്മ എന്താ പറഞ്ഞ കേട്ടില്ല. അതൊരു കഫേയാണ് സാർ, ഒരുപാട് ബ്രാഞ്ചുകളുള്ള. നമുക്ക് എത്ര സമയം വേണേലും അവിടെ പോയിരുന്ന് ഒരു കോഫി ഓർഡർ ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാം. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. അത് ഞാൻ പറഞ്ഞു, ബാംഗ്ലൂരുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. നാട്ടിലും ഉണ്ട് നമുക്ക് ആ ബ്രാൻഡ്. ശരിക്കും കഫേ കോഫിയുടെ ഉപജ്ഞാതാവ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം ആ കഫേ കോഫിയുടെ തുടങ്ങിയതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഒരു ബാർ സെറ്റപ്പാണ് ചുരുക്കി പറഞ്ഞ. ഇപ്പൊ ബാറിൽ അറിയാലോ, ആളുകൾ പോകുന്നു, ഒരു പെഗ് ഓർഡർ ചെയ്യുന്നു, അവിടെ ഇരുന്ന് വളരെ എന്താ പറയാ ഇരുട്ടുള്ള മുറിയായിരിക്കും. എന്ന് വെച്ചാൽ അധികം ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല, ഒരു ചെറിയൊരു ലൈറ്റ് മോഡൽ ലൈറ്റിൽ എത്ര നേരം വേണമെങ്കിലും അവിടെ കുത്തിരുന്ന് രണ്ടരക്ക് അടിച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു സെറ്റപ്പ്. അപ്പൊ അത് പുള്ളി ലിക്കർ ഇല്ലാതെ ഒരു കോഫിയിലേക്ക് എങ്ങനെ ഇത് കൊണ്ടുവരാം എന്നുള്ള ഒരു പുള്ളിയുടെ തോട്ടിൽ നിന്നാണ് ഈ കഫേ കോഫിയുടെ വരുന്നത്. അവിടെ ഫ്രീ ഇന്റർനെറ്റ് കിട്ടും, നമുക്ക് ഒരു ടീ ഒക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരിക്കാം. ഇനിയിപ്പോ ടീ ഓർഡർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവര് വന്ന് ചോദിക്കൊന്നുമില്ല. നമ്മൾ ഓർഡർ ചെയ്യുന്നവരെ അവർ വെയിറ്റ് ചെയ്യും. നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ നിന്ന് വർത്താനം പറയാം, എത്ര നേരം വേണമെങ്കിലും മീറ്റിംഗ് ഡിസ്കഷൻസ് നടത്താം. ആ ഒരു ബ്രാൻഡ് തുടങ്ങി ഇന്ത്യ മുഴുവനും ലോകത്തിന്റെ പുറത്തേക്കും ആ ബ്രാൻഡ് എക്സ്പാൻഡ്. ഇറ്റ്സ് ഇൻ ഹൈ പീക്ക് എന്ന് വെച്ചാൽ കോടികൾ വിറ്റ് വരുമാനമുള്ള ഒരു സ്ഥാപനമായിട്ട് അത് മാറി. പക്ഷെ ഏറ്റവും രസം എന്ന് വെച്ചാൽ ബിസിനസ് അറിയാലോ, പൈസ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാല് 4000 കോടി 4500 കോടിയൊക്കെ അതിന്റെ വിറ്റുവരവിന്റെ മുകളിൽ പോയി. അതല്ല, അതിനേക്കാളും കൂടുതൽ വിറ്റുവരവായി. അപ്പൊ അത്രയും ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് പുള്ളി ഈ ബിസിനസ്സിൽ നിന്നും മാറി വേറെ ബിസിനസ് മാറിയിട്ടില്ല, ഇത് നിൽക്കുമ്പോൾ തന്നെ പല ബിസിനസ്സുകളിലും വേറെ സുഹൃത്തുക്കളുടെയും ഒക്കെ അഭിപ്രായം മാനിച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അദ്ദേഹം തകരാൻ തുടങ്ങുകയും ചെയ്തു. ഏകദേശം 4000 ചില്ലാൻ കോടി രൂപ കടം വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കഫേ കോഫിയുടെ മാറി. ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് ഫെസിലിറ്റി ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം 4500 കോടി രൂപ അതിന്റെ വരുമ്പോ ചായ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ അത്രയും കോടി രൂപ നഷ്ടം വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നപ്പോ ഈ മനുഷ്യൻ എന്താ ചെയ്തത്? ഇയാൾ എന്താ ചെയ്തെന്ന് വെച്ചാല് നേരെ ഒരു നർമ്മദാ നദിയുടെ മുകളിലുള്ള പാലത്തിന് മുകളിലൂടെ ഡ്രൈവറോട് പറഞ്ഞു, നീ ഇവിടെ നിന്നോ, ഞാൻ പാലത്തിലൊന്ന് പോയി മനസ്സ് കുറച്ച് ശാന്തമാകണം, അപ്പൊ ഞാനൊന്ന് പോയി കാറ്റ് കൊണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ പാലത്തിന്റെ മുകളിലേക്ക് നടക്കുകയും പാലത്തിന് നടുക്കെത്തിയ ഇദ്ദേഹം പാലത്തിൽ നിന്ന് നേരെ വെള്ളത്തിലേക്ക് ചാടുകയും ചെയ്തു. ശരിക്കും ഡ്രൈവർക്ക് അറിഞ്ഞൂടാ. ഡ്രൈവർ മണിക്കൂറുകൾ കാത്തു നിന്നിട്ട് കാണാണ്ടായിപ്പോ അന്വേഷിച്ച് കഴിഞ്ഞപ്പോ ഈ മനുഷ്യനെ കാണാനില്ല. പിന്നീട് തട്ടിക്കൊണ്ടുപോയതാണോ അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷെ ഫൈനലി ഇദ്ദേഹത്തിന്റെ ഒരു ഇത്രയും കോടീശ്വരനായ മനുഷ്യൻ ടീഷർട്ടൊക്കെ കീറി, പാന്റിന്റെ ഒക്കെ ഭാഗങ്ങളൊക്കെ കീറി, ഒരു 3 ദിവസങ്ങൾക്ക് ശേഷം നദിയിൽ നിന്ന് എവിടുന്നോ ഏതോ ഭാഗത്തു നിന്ന് ഇദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി കണ്ടെടുക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 4000 കോടി രൂപ കടം വെച്ചിട്ട് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യും. അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, എന്ത് ചെയ്യും? ആ ഭാര്യയാണെങ്കിൽ അതുവരെ ബിസിനസ്സിൽ ഒന്നും ശ്രദ്ധിക്കാത്ത ഒരാളാണ്. ആ ലേഡിയുടെ ഒരു നിവൃത്തികേടുകൊണ്ട് അവർ ബിസിനസ്സിലേക്ക് വരുന്നു, അവർ ബിസിനസ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. ഇന്ന് അത് ഒരു ഏകദേശം ലാസ്റ്റ് ഇയർ റിപ്പോർട്ട് വന്നപ്പോൾ ഓൾമോസ്റ്റ് ഈ 4000 കോടി എന്നുള്ളത് ഏകദേശം ഒരു 1500 കോടി രൂപയിലെ താഴേക്ക് ഇതിന്റെ കടം കൊണ്ടുവരാൻ സാധിച്ചു. ലൈക്ക് എന്താ പറയാ, നമ്മുടെ പല പ്രോപ്പർട്ടീസിലുമുള്ള ചേഞ്ചസ് വരുത്തുകയും ബിസിനസ് സ്ട്രാറ്റജീസ് മാറ്റിയിട്ട് അത് കടങ്ങൾ കുറയ്ക്കാൻ തുടങ്ങി. ഇപ്പൊ അത് ഓൾമോസ്റ്റ് ഒരു പ്രോഫിറ്റബിൾ മോഡിലേക്ക് കൺവേർട്ട് ചെയ്തു. അതുവരെ
ഈ സുഷുപ്തിയിലിരുന്ന ഒരു ലേഡി പെട്ടെന്ന് പുറത്തേക്ക് വരികയും ഇന്ത്യ തന്നെ അറിയാവുന്ന ഒരു 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 എന്താ പറയാ ബിസിനസ് മാഗ്നറ്റ് പോലെ ഈ ലേഡി മാറുകയും ചെയ്തു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വലിയ ദുരന്തങ്ങൾ വരണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളിലുള്ള റിയൽ പവർ എന്താണെന്ന് പുറത്തു വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ അറിയാവുന്ന ഏതെങ്കിലും ഒരു ആളുകളുണ്ടോ? ലൈക്ക് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ വളരെ ഇതായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഒരു ടഫ് സിറ്റുവേഷൻസ് വന്നപ്പോൾ അവർ വളരെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ആരെങ്കിലും സ്റ്റോറി പറയാനുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലും സ്റ്റോറി, ഞാൻ ഇങ്ങനെയായിരുന്നു പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ സിറ്റുവേഷൻ വന്നു ഞാൻ ഇങ്ങനെയായി എന്ന് പറയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതിനോട് മാച്ച് ചെയ്യാവുന്ന എനിവൻ? ആരെങ്കിലും ഒന്ന് മിണ്ടുന്നേ. ഉണ്ട് സാറേ. പറഞ്ഞോളൂ ഷീജ, പറഞ്ഞോളൂ. ഞങ്ങളും ഇതേ ഒരു ചെറിയൊരു അവസ്ഥയിൽ കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ സാറ് ഒരു ഹസ്ബൻഡ് മരിച്ച ഒരാളുടെ കഥ പറഞ്ഞല്ലോ, ആ സെയിം സിറ്റുവേഷനിൽ വന്ന ആളാ ഞാൻ. ഓ ഇപ്പൊ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോണ ഒരാളാ. ഞങ്ങളും നല്ലൊരു രീതിയിൽ നല്ല ബിസിനസ്, എയർ കണ്ടീഷൻ ഡീലർ, അങ്ങനത്തെ ഒരു ബിസിനസ് ആയിരുന്നു ഹസ്ബൻഡിന്. ഇപ്പൊ ഉം, ആ ഒരു സിറ്റുവേഷനിൽ കൂടെ ഇപ്പൊ മകൻ വന്നു. അവനാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോണത്. പക്ഷെ ഹസ്ബൻഡ് ഉണ്ടായിരുന്ന പോലത്തെ അവന് അത്ര പരിചയമില്ല. ഉം, അവൻ UK പോയിട്ടുണ്ടായിരുന്നു, തിരിച്ചു വന്ന് ഇപ്പൊ ഞാനിപ്പോ സാറ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉം. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കാഫിയുടെ ഇത് കേട്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ. സോറി ഷീജ, താങ്ക് യു. ഞാൻ സാറേ പറഞ്ഞില്ലേ. ചോദിക്കൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഫൈൻ. ഞാൻ പറഞ്ഞ വെച്ചാൽ നമുക്ക് പലർക്കും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ വലിയ സംഭവങ്ങളാണ്. ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഒരു കഴിവിന്റെ ഒരു 1% പോയിട്ട് ഒരു മൈനസ്, അല്ലെങ്കിൽ ആ ഒരു 0 to 1% പോലും നമ്മൾ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകാമോ ഏറ്റവും കൂടുതൽ സാധിക്കാവുന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ഒരു ബെസ്റ്റ് പാർട്ട് നമ്മൾ എടുത്തില്ല എന്നുള്ളതാണ്. നമ്മളെ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു വലിയ എർത്ത് കേക്ക് വരാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു ട്രാജഡി വരാനോ നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. സോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കഴിവുകൾ ഉള്ള ഒരു സംഭവമാണ്. ഇപ്പം ഞാൻ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ മുമ്പ് ഈ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കൊരു ലാൻഡ് വാങ്ങണം. ആ സമയത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പക്ഷെ പെട്ടെന്ന് ഞാൻ ഒരു ദിവസം തീരുമാനിക്കുകയാണ്, എനിക്ക് ആ ലാൻഡ് വാങ്ങണം. അതിന് 20 ലക്ഷം ആദ്യം പറഞ്ഞു, പക്ഷെ 30 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അതുവരെ 30 ലക്ഷം എന്ന് കേട്ട ഓടുന്ന ഒരാളായിരുന്നു ഞാൻ. 30 ലക്ഷം എന്ന് പറഞ്ഞാൽ അയ്യോ ഇത്ര വലിയൊരു എമൗണ്ട് എങ്ങനെ എന്റെ ജീവിതത്തിൽ പറ്റും, അത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് അത്രയും പൈസയിലേക്ക് എത്തുന്നത് എന്ന് വിചാരിച്ചിരുന്ന ഒരു ദിവസം പെട്ടെന്നൊരു സാഹചര്യം വരികയാണ്, ഈ സ്ഥലം വാങ്ങണം. വൈഫിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതെനിക്ക് കുറച്ചും കൂടി ബെനിഫിറ്റഡ് ആവണമെന്ന് എനിക്ക് തോന്നി. ഞാൻ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ പ്രപഞ്ചവും ലോകവും ഒക്കെ നമ്മുടെ എന്താ പറയാ എന്റെ കൂടെ നിന്നു. ആ പ്രോപ്പർട്ടി ഞാൻ വാങ്ങി. അതിന്റെ കടം ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ല 2 വർഷം കൊണ്ട് ബാങ്ക് ലോൺ തീർത്തു. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഓൾമോസ്റ്റ് ബാക്കി 2 വർഷം കൊണ്ട് ഓൾമോസ്റ്റ് അതിന്റെ എല്ലാ കാര്യങ്ങളും തീർന്ന് എനിക്ക് ആ ഒരു എന്താ പറയാ ആ പ്രോപ്പർട്ടി ഇപ്പൊ എന്റെ സ്വന്തമായി. എന്ന് വെച്ചപ്പോ അവിടെ എനിക്കൊരു 80 സെന്റ് മൊത്തത്തിൽ കിട്ടാവുന്ന ഒരു സെറ്റപ്പിലേക്ക് മാറി. ഞാൻ ഇപ്പൊ അതിനകത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു ആ ഒരു സംഭവം നമ്മളെ എന്താ പറയാ നമ്മളെ കുറച്ചും കൂടി നമ്മളെ കൂട്ടുന്ന ഒരു സിറ്റുവേഷൻസ് നമ്മൾ നോക്കണം. കൂട്ടുന്ന സിറ്റുവേഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചാല് നമ്മുടെ ഇപ്പോഴത്തെ കംഫർട്ട് സോൺസിനെ ബ്രേക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. എന്ന് വെച്ചാല് ഇനി ഒരാള് ചൂടുവെള്ളം കൊണ്ടുവന്ന് നമ്മുടെ മേത്ത് ഒഴിക്കാൻ വേണ്ടി നിൽക്കേണ്ട, നമ്മൾ തന്നെ ഏതെങ്കിലും ചൂടുവെള്ളത്തിലേക്ക് ചാടണം. എങ്ങനെയാണ് ചൂടുവെള്ളത്തിലേക്ക് ചാടുന്നത്? ഈ പലപ്പോഴും ഗോൾ സെറ്റിംഗ്സ് ഒക്കെ പറയുന്ന സമയത്ത് പ്രമുഖരായിട്ടുള്ള സ്പീക്കേഴ്സ് ഒക്കെ നമ്മളോട് പറയുന്ന ഒരു കാര്യം വെച്ചാല്, നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് സോൺസിനെ ബ്രേക്ക് ചെയ്യുന്ന, നിങ്ങളുടെ സിറ്റുവേഷനെ ഹീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെ കുറച്ചും കൂടി വലിച്ചു നീട്ടാൻ പറ്റുന്ന ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് ഒരു 20,000 പെർ മന്ത് ആണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 50,000 പെർ മന്ത് ആണെന്ന് വിചാരിച്ചു. ഇതിന്റെ 1 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റൂ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ റിയൽ ഔട്ട്കം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് ഞാൻ പറഞ്ഞൊരു സ്റ്റോറിയാണ്. ഞാൻ പണ്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ആ കമ്പനിയിൽ
എനിക്ക് എന്താ പറയാ 2500 രൂപ സാലറി കിട്ടി. ആ സാലറി കിട്ടിയിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ എനിക്ക് 3000 രൂപ സാലറി ആക്കി തന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ 1 വർഷം കൊണ്ട് ഞാൻ കൂട്ടിയത് 500 രൂപയാണ് എന്റെ സാലറിയിൽ കൂടിയത്. ഞാൻ പറയുന്നത് ഒരു 25 ഇയേഴ്സ് ബാക്ക് ആണ്. അന്നും ആ സാലറി കുറവാണ്, ഇന്നും കുറവാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ദിവസം ആലോചിക്കുകയാണ്. എനിക്ക് 1 ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് 500 കൂട്ടി തന്നപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഈ ഇതുപോലെ എനിക്ക് 500 രൂപ കൂട്ടി തന്നു കഴിഞ്ഞാല് എനിക്കൊരു 10,000 രൂപ സാലറി ആവാൻ എത്ര വർഷം എടുക്കും? എത്ര വർഷം എടുക്കും? അപ്പോ ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ കറക്റ്റ് 2 വർഷമായ സമയത്ത് ഞാൻ എനിക്ക് അവിടുത്തെ ഏറ്റവും അത്യാവശ്യം നല്ല പൊസിഷനൊക്കെയാണ്, പക്ഷെ കാശില്ല. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ചൂടുവെള്ളത്തിലേക്ക് എടുത്ത് ചാടി. എനിക്ക് വേറെ ജോലി കിട്ടുന്നതിന് മുമ്പ് ആ ജോലി ഞാൻ റിസൈൻ ചെയ്തു. വലിയൊരു ചോദ്യമാണ്, നീ എന്ത് ചെയ്യും? സാലറി ഇല്ല, ജോലി കിട്ടിയില്ല, ഒക്കെ നമുക്ക് വലിയ ചോദ്യങ്ങളാണ്. പക്ഷെ ഞാൻ സ്വയമേ എടുത്ത് ചൂടുവെള്ളത്തിൽ ചാടി. കാര്യം ആ ഒരു കംഫർട്ട് സോണിൽ ഞാൻ അവിടെ നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് എനിക്കറിയാം എന്റെ ഈ 500 വെച്ച് കൂടി ഇപ്പം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് എനിക്ക് 2500 രൂപ സാലറി ഉള്ളപ്പോൾ ആ ചേച്ചിക്ക് ഏകദേശം ഒരു 7,500 10,000 സാലറി ഉണ്ട്. അപ്പൊ ആ ചേച്ചി ഇപ്പൊ എത്ര വർഷമായി? 10-20 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ചേച്ചിയോട് ചോദിച്ചപ്പോൾ ആ ചേച്ചിയുടെ സാലറി എത്രയാന്ന് വെച്ചാൽ 35,000 40,000 ഒക്കെ. അതിലും അതായത് അത്രയും വർഷമായിട്ട് അത്രേ കൂടിയിട്ടുള്ളൂ. 35 40 മാക്സിമം. 30 ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഇനിയിപ്പോ കൂടി വന്ന ഒരു 50,000 റുപ്യ സാലറി ഇട്ടുണ്ടാവും. ഞാൻ അതിന്റെ എത്രയോ ഇരട്ടി ഞാൻ വാങ്ങുന്നു. ഞാൻ അന്ന് ആ ഒരു ചൂടുവെള്ളത്തിലേക്ക് എടുത്ത് ഇനി ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലേക്ക് എടുത്ത് ചാടിയില്ലെങ്കിൽ എനിക്ക് ആ ഒരു പൊസിഷൻ ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ അപ്പോളോ ഡയസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോളോ ഡയസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനി ഇൻ ഇന്ത്യ, ദേ ആർ ഗിവിംഗ് ദ ബെസ്റ്റ് സാലറി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഗൾഫിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പം നാട്ടില് സർക്കാർ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത ആൾക്കാർ പോകും, റിസൈൻ ചെയ്ത് ആരും പോകാറില്ല ഗൾഫിലെ ജോലിക്ക്. അപ്പോൾ എനിക്ക് ഈ അപ്പോളയിലുള്ള ഒരു പ്രശ്നം വെച്ചാൽ സർക്കാർ ജോലിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം വെച്ചാൽ ലീവ് എടുത്ത് പോണ പരിപാടിയില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ റിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഒഴിവാക്കി പോവുക, അല്ലെങ്കിൽ അവർ ടെർമിനേറ്റ് ചെയ്യും ചെല്ലാതായി. ഞാൻ അവിടെ ഒരു 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 സംഭവം ചെയ്യാണ്. ഞാൻ അപ്പോളോ ഡേയ്സിൽ എനിക്ക് വർക്കറുടെ ജോലിയാണ്, പക്ഷെ സാലറി ഇസ് ഗുഡ്, കമ്പാരിറ്റീവ്ലി സാലറി ഗുഡ് ആണ്. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ എത്ര നാൾ ഇങ്ങനെ ഒരു വർക്കറായിട്ട് ജീവിക്കും? എന്റെ ഈ വർക്കർ കാറ്റഗറിയിൽ നിന്ന് കഴിഞ്ഞാല് എനിക്ക് അന്ന് പറയുമ്പോൾ ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, ബിടെക് ഇല്ല, ഡിപ്ലോമ ഉണ്ട്, ഞാൻ ഡിഗ്രി പഠിച്ചാണ്, ഞാൻ MBA കഴിഞ്ഞു. ഈ MBA കഴിയുമ്പോഴും എന്റെ സെയിം പണി ഈ ടയർ ഉണ്ടാക്കലാണ്. അപ്പൊ ഞാൻ അവിടെ നോക്കി എനിക്ക് എന്റേതായ ഒരു സ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എന്റെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടോ? അപ്പൊ ഞാൻ നോക്കിയപ്പോ അതില്ല. ഇപ്പൊ എത്ര പഠിച്ചു കഴിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ഈ ടയർ ഉണ്ടാക്കലാണ് എല്ലാ ദിവസവും. അപ്പൊ ഞാൻ കുറെ ദിവസം കഴിയുമ്പോൾ എനിക്ക് മടുത്തു. അപ്പോഴാണ് ഞാൻ ജോലിക്ക് വേറെ അപ്ലൈ ചെയ്യും. എനിക്കൊരു ഗൾഫിലെ ജോലി കിട്ടി. ഗൾഫിൽ അറിയാലോ, അത്രയും ടഫാണെന്ന് ആളുകൾ പറഞ്ഞു അറിയാം. അപ്പൊ പക്ഷെ എന്നാലും ഞാൻ ആഗ്രഹിക്കുന്ന അവിടെ സൂപ്പർവൈസറി ജോബാണ്. അപ്പോ ഞാൻ വീണ്ടും എന്ത് ചെയ്തു? ഞാൻ എടുത്ത് വീണ്ടും ചൂടുവെള്ളത്തിലേക്ക് ചാടി. അപ്പോ അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? എനിക്ക് അപ്പോളോ എന്ന് പറയുന്ന ചെറിയ പൊട്ടക്കുളം എന്ന് ഞാൻ പറയൂല, കാര്യം അവിടെയുള്ള ആളുകളൊക്കെ അങ്ങനെയാണ്. കാര്യം അവിടെ അധികം ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനോ പറ്റാത്തൊരു സാഹചര്യമാണ്. കാര്യം കറക്റ്റായിട്ട് ജോലിക്ക് പോകണം, അതല്ലെങ്കിൽ ഇപ്പൊ യാത്ര ചെയ്യാനുള്ള അവസരമൊന്നുമില്ല. ഞാൻ ഇന്ന് എന്റെ വലിയൊരു ഡ്രീം ആയിട്ടുള്ള യാത്ര ചെയ്യാന്നുള്ള ഒരു സംഭവം എന്റെ ജോലിയിലൂടെ തന്നെ ഞാൻ മിക്കവാറും എല്ലാ സ്ഥലങ്ങളും, ഇന്ത്യയിലെ മിക്കവാറും സ്റ്റേറ്റ്സിലൊക്കെ പോകാനും എന്നെ എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ കിട്ടുന്നു. ഇന്നും ഞാൻ ഡെയിലി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോളോ ഡേയ്സിലാണെങ്കിൽ എല്ലാ ദിവസവും ഒരേ കമ്പനി, ഒരേ റൂട്ട്, ഒരേ കാര്യങ്ങൾ. ഇപ്പൊ ഇന്ന് ഞാൻ പാലക്കാട് ലക്കിടിയിലാണ് വരുന്നത്. എനിക്ക് അവിടെ ഒരു ക്ലാസ് ഉണ്ട്. അപ്പോ ഞാൻ ക്ലാസ് എടുക്കുന്നു, ഞാൻ ട്രാവൽ ചെയ്യുന്നു. സോ ആ ഒരു എന്താ പറയാ, എന്റെ ആ ഒരു കംഫർട്ട് സോൺസിനെ ബ്രേക്ക് ചെയ്ത് ചൂടുവെള്ളത്തിലേക്ക് ചാടി കഴിഞ്ഞപ്പോഴാണ് എന്റെ റിയൽ ആരോമ പുറത്തു വരുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവര് കുറച്ച് പ്രായമായവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന, നമ്മളെ തന്നെ പൊള്ളിക്കുന്ന കാര്യങ്ങൾ സെറ്റ് ചെയ്യുകയും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യണം. ഇപ്പോൾ ഉള്ള നിങ്ങളുടെ കംഫർട്ട് സോൺ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നിങ്ങളോട് ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലാണോ പറഞ്ഞത്? ആണ്. ഓക്കെ. പറഞ്ഞ ഒരു കാര്യം തന്നെ, അതായത് ഇപ്പോ നിങ്ങൾ ഒരു കംഫർട്ട് സോണിലാണെങ്കിൽ ആ കംഫർട്ട് സോൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ, ചൂടിലേക്ക് നിങ്ങൾ ചാടാൻ സാധ്യതയില്ലെങ്കിൽ ആ കംഫർട്ട് സോൺ നിങ്ങളെ പൊള്ളിക്കാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വലിയ മതിലൊക്കെ പൊന്തി നിങ്ങൾക്ക് അവിടെ നിന്ന് പുറത്ത് കടക്കാനാവാത്ത വിധം നിങ്ങൾ അതിനകത്ത് പെട്ടുപോകും. നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്താണ്, ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ നിൽക്കാണ്, അതിന് ചുറ്റും ഒരു മതിലുണ്ട്. നിങ്ങൾ അതിനകത്ത് നിൽക്കുന്നതോറും ഈ മതിലിന്റെ ഹൈറ്റ് ഇങ്ങനെ പതുക്കെ പതുക്കെ കൂടി വരും. ഇപ്പൊ ആണെങ്കിൽ എളുപ്പത്തിലെടുത്ത് ചാടാം. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ
എന്താ പറയാ കാര്യമായിട്ട് ഒരു ഗ്രോത്ത് ഇല്ലാത്ത ഒരു കമ്പനിയിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ ആ കംഫർട്ട് സോൺസ് ഇങ്ങനെ ഈ സൈഡിൽ കട്ടകൾ വെച്ചിട്ട് ഇങ്ങനെ നിങ്ങളുടെ കട്ടകൾ ഓരോ ദിവസം ചെല്ലുന്നവരും ഇങ്ങനെ കട്ടകൾ പൊന്തിക്കൊണ്ടിരിക്കും. ഇത് പൊന്തി 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 ഒരു ദിവസം നിങ്ങൾ എത്ര ശ്രമിച്ചാലും പുറത്തു വരാൻ പറ്റാത്ത അത്രയും രീതിയിലേക്ക് നിങ്ങൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പോ തന്നെ എന്താ പറയാ നല്ലൊരു ചൂടുവെള്ളത്തിലേക്ക് നിങ്ങൾ എടുത്തു ചാടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇതിന് ഏറ്റവും പറയാവുന്ന ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ തവളയെ കാണുന്നുണ്ടോ? തവള എന്നൊന്നും മനസ്സിലാവില്ലേ? ഒരു എസ് ഒക്കെ അടിക്കേ. തവളനെ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഫ്രോഗ്. ഒരു എസ് ഒക്കെ അടിക്കുന്നേ. ഈ കുറെ പേര് ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. ഞാൻ ഈ സ്ക്രീനിൽ നോക്കിയിട്ടാണെങ്കിൽ ബഷീർ സാറിനെയും മണി സാറിനെയും മാത്രമേ കാണുന്നുള്ളൂ. ഒരു ടംസ് ഒക്കെ അടിക്കി. തവളേനെ കണ്ടിട്ടുണ്ടെങ്കിൽ അടിക്കുക. ഓക്കെ, ഷീജ, താങ്ക് യു, വെരി ഗുഡ്. അപ്പൊ ഈ തവളനെ നിങ്ങൾ ഒരു എക്സ്പെരിമെന്റ് നടത്തുക. കുഞ്ഞു തവളനെ, കുറച്ച് ക്രൂരതയാണ്, എന്നാൽ പോലും നിങ്ങളൊരു കുഞ്ഞു തവളേനെ പിടിക്കാൻ പറ്റുമെങ്കിൽ ഈ തവളേനെ നിങ്ങളൊരു വെള്ളത്തിലേക്ക് ഇടാം, ഒരു ചൂടുവെള്ളത്തിലേക്ക് ഇടാം തവളേനെ. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല് തവള പെട്ടെന്ന് ആ വെള്ളത്തിന് ചാടിപ്പോകും. കാര്യം ചൂടായതുകൊണ്ട് തവള പെട്ടെന്ന് ചാടിപ്പോകും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് അതൊരു പരീക്ഷണം എന്നുവെച്ചാൽ തവളയെ ചൂടുവെള്ളത്തിലിടുക, തവള ചാടിപ്പോകും, ഉറപ്പായിട്ട് ചാടിപ്പോകും. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഒരു പരീക്ഷ എന്താണെന്ന് വെച്ചാല് തവളയെ പച്ചവെള്ളത്തിലിടുക, എന്നിട്ട് ആ പാത്രം പതുക്കെ ഹീറ്ററിന്റെ അടിയിൽ വെക്കുക, അല്ലെങ്കിൽ ഗ്യാസിന്റെ അടിയിൽ വെക്കുക. അപ്പൊ ഈ പതുക്കെ ഈ വെള്ളം ഇങ്ങനെ ചൂടാവാൻ തുടങ്ങും. തവള ആ വെള്ളത്തിൽ വളരെ കംഫർട്ടായിട്ട് ഇരിക്കുകയും ചെയ്യും. തവള എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ വെള്ളത്തിൽ ചൂട് കൂടുന്നതിനനുസരിച്ച് തവള ഇങ്ങനെ പതിയെ പതിയെ അതിന്റെ സ്കിൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം ഈ തവള അവിടെ കിടന്ന് ചത്തു. മനസ്സിലായോ? അത് ഒരു റിയൽ ഫാക്ട് ആണ്. എന്ന് വെച്ചാൽ തവളയെ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടാൽ തവള ചാടിപ്പോകും. പക്ഷെ ഒരു സാധാ വെള്ളത്തിലേക്ക് ഇട്ട് ആ വെള്ളം പതുക്കെ ചൂടാക്കി കഴിഞ്ഞാൽ തവള അതിലങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ പല കംഫർട്ട് സോൺസും, നമ്മളൊക്കെ തവളയാണ്, നമ്മളൊക്കെ പല കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഈ പതിയെ ചൂടാവുന്ന ഈ വെള്ളത്തിന് തുല്യമാണ്. നമ്മൾ ആ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ സാലറി ഇല്ല അന്ന് കുഴപ്പം അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ജീവിത ചെലവുകൾ കൂടി, എന്നാലും ഈ മുതലാളി ശമ്പളം കൂട്ടി തരുന്നില്ല, അപ്പൊ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എക്സ്പെൻസ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ നോക്കും. പിന്നെയും ആളുകൾ മറ്റേ മാനേജർ സ്ഥിരം തെറിവിളിയാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അന്ന് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം, ഒന്നുകൂടി മിണ്ടാണ്ടിരിക്കാം. ഈ ജോലി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യും? വേറെ ജോലി കിട്ടാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? നമ്മളെയും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കൂല. അതുപോലെ വേറെ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം എന്ത് പറ്റും? നമ്മള് അവിടെ കിടന്ന് ചത്തു. മനസ്സിലായി? ഈ ഫുൾ അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മള് ഫുള്ള് ഇപ്പൊ നമ്മൾ തന്നെ. അപ്പോ നമുക്ക് ആ ഒരു കംഫർട്ട് സോൺസിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ റിയൽ ഗ്രോത്ത് വരുന്നത്. കുറച്ച് നാൾ സ്ട്രഗിൾ ചെയ്യായിരിക്കും ചിലപ്പോൾ. നമ്മളിപ്പോ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് ചാടി അടുത്തൊരു സ്ഥലത്തേക്ക് എത്തുന്ന വരെയുള്ള ഒരു ശ്വാസം മുട്ടലുകളൊക്കെ ഉണ്ടാകും നമുക്ക്. പക്ഷെ ആ ശ്വാസം മുട്ടലുകൾ ഇല്ലാതെ നമ്മൾ എങ്ങനെ അവിടെ നിന്ന് പുറത്തു കിടക്കും? ഒരു മീൻ, പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ മീൻ എടുത്ത് ചാടുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട്. അതായത് ഒരു ബൗളിലുള്ള മീൻ, ആ മീൻ വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ആ മീൻ ആ വെള്ളത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടില്ല. ഇതെടുത്ത് ചാടണം. ചിലപ്പോൾ 2 പെടച്ചിലൊക്കെ പെടയും. പക്ഷെ പെടഞ്ഞാലും ഒരു വെള്ളം അവിടെ കാണുന്നുണ്ടെങ്കിൽ അതനുസരിച്ച്, ഞാൻ പറഞ്ഞ നേരെ പോയി എടുത്ത് ചാവണം എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ദർ ഈസ് ലോട്ട് ഓഫ് വേസ് വിൽ ഓപ്പൺ. പ്രകൃതി നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾക്കൊരു സ്ട്രഗിളോ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും അത് പ്രകൃതി നമുക്ക് തരും. ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം, അതിനു വേണ്ടി പരിശ്രമിക്കണം. ഇപ്പൊ ഞാൻ തന്നെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെയൊക്കെ വന്നിട്ട് എത്രയോ ടഫസ്റ്റ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്, എത്രയോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ചിലപ്പോൾ രാത്രിയൊക്കെ ഞാനിങ്ങനെ ഉറങ്ങാതെയൊക്കെ ഇരുന്നിട്ടുണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ മാക്സിമം ഉണ്ടോ, അത്രയും അധികം ഉറങ്ങും. മാക്സിമം ചിലപ്പോൾ ഒരു 1:30ക്കൊക്കെ ഉറക്കം കഴിഞ്ഞിട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി ഒരു GSTയുടെ ഒരു എൻക്വയറി വന്നു. പെട്ടെന്ന് പേടിച്ചിട്ട്, നമ്മൾ വലിയ തട്ടിപ്പ് നടത്തിയിട്ടൊന്നുമില്ല, പക്ഷെ NSTC ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫിഗേഴ്സ് നമുക്ക് മിസ്സിംഗ് ആണ്. അപ്പൊ അത് ഓർത്തിട്ട് ഞാനിങ്ങനെ 2 ദിവസമൊക്കെ ടെൻഷനായി. പക്ഷെ പിന്നെയാണ് മനസ്സിലായി അതിൽ നിന്ന് നമുക്ക് കമൗട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നമുക്ക് കമൗട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് ടഫസ്റ്റ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മളെ കരുതാൻ, അല്ലെങ്കിൽ പുതിയ വഴികൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രകൃതി തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു ടീ പോലെ ആവുക എന്നുള്ളതാണ്. ആ ടീയില് ആരെങ്കിലും നമ്മളെ ചൂടുവെള്ളത്തിൽ പിടിച്ചിട്ട് കഴിഞ്ഞാല് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ വിചാരിക്കുക, ഓക്കെ, എന്റെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് വരാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വന്ന ഒരു സിറ്റുവേഷൻ ഞാൻ നിങ്ങളോട്
പറഞ്ഞിട്ടുണ്ട്, ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. റിവേഴ്സ് പാരനോയിഡ് അല്ലെങ്കിൽ ഇൻവേഴ്സ് പാരനോയിഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. നമുക്കൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് ദൈവം എന്തുകൊണ്ട് എനിക്ക് ഈ പ്രതിസന്ധി എന്ന് ചോദിക്കുന്നതിന് പകരം ഇതിന്റെ പിന്നിലെ നന്മ എനിക്ക് കാണിച്ചു തരണേ എന്ന് പറയാൻ പറ്റിക്കഴിഞ്ഞാല് നമുക്കൊരു നല്ല ചായയായിട്ട് മാറാൻ പറ്റും. അതായത് ഒരു ചൂടുവെള്ളത്തിലേക്ക് നിങ്ങൾ വീഴുകയാണ്. അതായത് നിങ്ങളുടെ ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലെ പ്രശ്നമോ ജോലിയിലെ പ്രശ്നമോ സാമ്പത്തിക പ്രശ്നമോ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാണ്, ഈ ചൂടുവെള്ളത്തിൽ ഞാൻ വീണിട്ടുണ്ടെങ്കിൽ സംതിങ് ബെസ്റ്റ് ഈസ് ഗോയിങ് ടു കം ഔട്ട് ഓഫ് റിംഗ്. എന്നിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് വരാനുള്ള ഒരു സംഭവമാണ്. ദൈവമേ, അത് എത്രയും പെട്ടെന്ന് തന്നെ കാണിച്ചു തരണേ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ നന്മ എനിക്ക് കാണിച്ചു തരണേന്ന്. അപ്പൊ അങ്ങനത്തെ ടഫസ്റ്റ് സിറ്റുവേഷൻസിൽ നിന്ന് ഉരുത്തിരിച്ചു വരുന്ന നമ്മുടെ ഒരു ബെസ്റ്റ് ഔട്ട്കം ലോകത്തിനും നമുക്കും എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു കാര്യമായിട്ട് മാറും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പൊ ഇനി മുതൽ നിങ്ങൾ ചായ കുടിക്കുമ്പോൾ ചുമ്മാ ചായ കുടിക്കാതെ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു ടീ ബാഗോ അല്ലെങ്കിൽ ചായപ്പൊടിയൊക്കെ കാണുമ്പോൾ ഈ ഒരു ചായയുടെയൊക്കെ ഏറ്റവും ബെസ്റ്റ് ചായ പുറത്ത് എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നതുകൊണ്ടാണ് നമ്മൾ പുറത്ത് വന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പൊ നമുക്കറിയാം there are different types of teas are available. അപ്പൊ അതിനകത്ത് നമുക്കറിയാം ഗ്രീൻ ടീ ഉണ്ട്. ഇപ്പൊ ഞാൻ കേട്ട ഒരു പുതിയൊരു സാധനം വൈറ്റ് ടീ ഉണ്ട്. പിന്നെ പല ഡിഫറെന്റ് ആരോമാസ് ഉള്ള ടീ ഉണ്ട്. അപ്പം ഓരോ ചായക്കും ഓരോ ടേസ്റ്റ് ആണ്. ഈവൻ ടീ ടേസ്റ്റർ എന്ന് പറയുന്ന ഒരു വലിയൊരു ജോലിയുണ്ട്. നിങ്ങൾക്ക് അറിയാം, എത്ര പേർക്ക് അറിയാം ടീ ടേസ്റ്റർ എന്ന് പറഞ്ഞ ജോലി ഉണ്ടെന്ന്? മാസം 3 ലക്ഷം 4 ലക്ഷം ഒക്കെ ശമ്പളം കിട്ടാവുന്ന ജോലിയാണ്. ആർക്കെങ്കിലും അറിയോ ടീ ടേസ്റ്റർ ഉണ്ടെന്നുള്ളത്? കേട്ടിട്ടുണ്ട് സർ. അതായത് ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ടീ ടേസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ നമുക്കറിയാം ഒരേ തോട്ടത്തിൽ നിന്ന് പറിച്ച ചായ ആണെങ്കിലും അത് പ്രോസസ്സ് ചെയ്ത് വന്നു കഴിയുമ്പോൾ അതിന്റെ പ്രോസസ്സിങ്ങിൽ എവിടെയെങ്കിലും ചെറിയൊരു ഡിഫറൻസ് ഉള്ളതിനനുസരിച്ച് ഈ ടീയുടെ ടേസ്റ്റ് മാറും. അപ്പൊ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ പല ബാച്ചിൽ നിന്നുള്ള തേയിലപ്പൊടി എടുത്തിട്ട് ചായ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ നിരത്തി വെക്കും അവര്, മധുരമൊന്നും ഇടാണ്ട്. കട്ടൻ ചായ ആയിരിക്കും, അതിങ്ങനെ നിരത്തി വെക്കും. അപ്പൊ ഈ ടീ ടേസ്റ്റർ എന്ന് പറഞ്ഞ ഒരാള് ആ സാധനം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇവര് കാര്യമായിട്ട് കള്ളു കുടിക്കാനോ പുകവലിക്കാനോ ഒന്നും പാടില്ല എന്ന് പറയാം. കാര്യം അവരുടെ ഈ നാവ് കറക്റ്റ് ടേസ്റ്റ് അറിയണം. കാര്യം ഇയാളുടെ വേറെ ഇതിനകത്തൊരു ഓട്ടോമാറ്റിക് മെഷീനറി മെത്തേഡ് ഇല്ല. പുള്ളി ടേസ്റ്റ് ചെയ്തിട്ടാണ് പറയണത്, ഓക്കെ ഇത് നിങ്ങൾക്ക് പാക്ക് ചെയ്യാം, അല്ലെങ്കിൽ പറയും ഇത് ബ്ലെൻഡ് ചെയ്യും, ഇത് കുറച്ച് ഓവർ റോസ്റ്റഡ് ആണ്, അതുകൊണ്ട് ലെസ് റോസ്റ്റ് ചെയ്ത് കളയൂല ഒരു ഈ സാധനം. ഇതിപ്പോ ചിലപ്പോൾ ചൂട് കൂടി പോയിട്ടുണ്ട്, ഇപ്പൊ റോസ്റ്റ് ചെയ്ത് കൂടിപ്പോയെങ്കിൽ കുറച്ചും കൂടി ലെസ് റോസ്റ്റ് ചെയ്തിട്ടുള്ള സാധനമായിട്ട് മിക്സ് ചെയ്യണം, ഇത്ര പെർസെന്റേജിൽ മിക്സ് ചെയ്യും, അല്ലെങ്കിൽ ഇത് റോസ്റ്റ് ആയിട്ടില്ല ഒന്നും കൂടി റോസ്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതും ഇതിന്റെ ടേസ്റ്റ് തീരുമാനിച്ചിട്ട് ബാച്ച് മിക്സ് ചെയ്യുന്നതും, അല്ലെങ്കിൽ കടുപ്പം തന്നെ. ഇപ്പം ഞാൻ ഒരു ടീ പ്ലാന്റിൽ ഓഡിറ്റിന് പോകാറുണ്ട്, ISO ഓഡിറ്റിന്. അപ്പൊ എനിക്ക് അതിന്റെ ഇൻ ആൻഡ് ഔട്ട് അവർ കാണിച്ചിരിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തു, എങ്ങനെയാണ് ഗ്രീൻ ടീ ഉണ്ടാക്കുന്നത്, എങ്ങനെ വൈറ്റ് ടീ ഉണ്ടാക്കുന്നത്, ഓരോ ടീസിനൊക്കെ. അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഈവൻ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ടീ തന്നു. അപ്പൊ തന്നപ്പോ അവര് പറഞ്ഞു വെച്ചാല് അവരുടെ പ്ലാന്റിലുള്ള ടീ, അല്ലെങ്കിൽ മീൻസ് അവരുടെ പ്ലാന്റേഷനിൽ നിന്ന് കിട്ടുന്ന ടീക്ക് കടുപ്പം കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ അവര് പാക്ക് ചെയ്യുമ്പോൾ ഇവർ ആളുകൾക്ക് വിൽക്കും, അവർക്കറിയാം, അവരത് ബ്ലെൻഡ് ചെയ്യും. ഇവര് പാക്ക് ചെയ്ത് കൊടുക്കുന്ന ടീ ആയിട്ട് പുറത്ത് കൊടുക്കുമ്പോൾ ഇവരെന്താ വെച്ചാൽ ആസാമി എന്നുള്ള കുറച്ച് ടീയും കൂടി വാങ്ങിയിട്ട് ഇവരുടെ ടീയുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ്, ബ്ലെൻഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കാര്യം നമുക്കറിയാം കുറെ ടീ ഇട്ടിട്ടും കടുപ്പം വന്നില്ലെങ്കിൽ നമ്മൾ പറയാൻ ചായ നമ്മൾ ഉപയോഗിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ടീ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇവർ കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഓരോ ടീക്കും ഓരോ ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഒരു ടഫർ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മളിലുള്ള എസെൻസ് ആണ് പുറത്തു വരുന്നത്. അപ്പൊ അതിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിന് ഭയങ്കര പ്രാധാന്യം. ഇപ്പൊ ഒരു ബാഡ് സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു സാധനം അല്ല റെസ്പോണ്ട് ചെയ്യുന്നത്. നമ്മളെ ഏറ്റവും ബെസ്റ്റ് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കാതെ, ഒച്ചപ്പാടെടുക്കാതെ, ബഹളം വെക്കാതെ നമുക്ക് എങ്ങനെ കുറച്ചും കൂടി നന്നായിട്ട് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആരോമ പുറത്തെടുക്കാനായിട്ട് നമുക്ക് പറ്റട്ടെ. അപ്പോഴാണ് നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു നല്ലൊരു ചായ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു ടീ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അപ്പൊ ഇന്നത്തെ ഞാൻ എൻ്റെ ഈ ഒരു ടീ എന്ന് പറയുന്ന ടോപ്പിക്ക് ഞാൻ കൺക്ലൂഡ് ചെയ്യണേ. എല്ലാവർക്കും ചായ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് ഇതാണ് ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞത്, ഒരു കാര്യം ഇതാണ്, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലാണ് നമ്മുടെ ഏറ്റവും ഒരു ചായ ചൂടുവെള്ളത്തിൽ വീണ് അതിന്റെ ഏറ്റവും മഹത്തരമായ ഒരു എനർജി
ഒരു ഡ്രിങ്ക് ആയിട്ട് മാറുന്നതിന് ആ ചായപ്പൊടി ഒരു ചൂടുവെള്ളത്തിൽ വീണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ടഫർ സിറ്റുവേഷൻസിലാണ് നമ്മുടെ ബെസ്റ്റ് ഔട്ട്കം പുറത്തു വരുന്നത്. ഇനിയിപ്പോ ടഫർ സിറ്റുവേഷൻസ് നമുക്ക് വന്നില്ലെങ്കിൽ നമ്മൾ തന്നെ കുറച്ചും കൂടി ടഫറായ സിറ്റുവേഷൻസിലേക്ക് നമ്മൾ എടുത്തെറിയുക. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ബെസ്റ്റ് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ കംഫർട്ട് സോൺ നമുക്ക് മുകളിൽ ഇങ്ങനെ വലിയൊരു മല പോലെയോ അല്ലെങ്കിൽ വലിയൊരു മതില് പോലെയോ ഉയർന്ന് ഒരു അടുത്ത് രക്ഷപ്പെടാനാവാത്ത വിധം നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ ആ കിണറിൽ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് എത്ര ടഫർ സിറ്റുവേഷൻസ് വരുമ്പോഴും നമ്മളിൽ നിന്ന് പുറത്തു വരുന്ന ആരോമോ അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ അത് നമ്മുടെ തന്നെ ഫ്ലേവർ ആയിരിക്കണം. അപ്പം നമ്മൾ പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരാളെ ചീത്ത പറയുന്ന സമയത്ത് തിരിച്ചതുപോലെ തെറി വിളിക്കും. ഒരാൾ വളരെ മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ചീത്ത പറയും. എന്നിട്ട് പറയും, അവൻ എന്നോട് അങ്ങനെ സംസാരിച്ചുകൊണ്ടല്ലേ ഞാൻ സംസാരിച്ചത്. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ, അവന്റെ ഉള്ളിലുള്ളത് അവൻ ഛർദ്ദിച്ചു, നമ്മുടെ ഉള്ളിലുള്ളതേ നമ്മൾ പുറത്തു വരുള്ളൂ. നമ്മൾ അതുവരെ ഡീസന്റ് ആയിട്ട് നടന്ന ഒരാൾ നമ്മൾ ആരെങ്കിലും ഒന്ന് ഞോണ്ടിക്കഴിഞ്ഞാൽ ഒന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു പയ്യൻ, ഓസ്റ്റിനോ ഇറ്റ്സ് ഗുഡ് ബോയ്. പക്ഷെ ആരെങ്കിലും വിളിച്ചിട്ട് രണ്ട് ഞോണ്ടിക്കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ചീത്തയും തെറിയും വായിൽ നിന്ന് ഏറ്റവും ബാഡ് വേർഡ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആക്ച്വലി ഐ എം എ ബാഡ് പേഴ്സൺ. ആ ചൂടുവെള്ളം വന്നപ്പോ എന്റെ റിയൽ ആ ഫ്ലേവർ പുറത്തു വന്നു. അതുവരെ ഞാൻ ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള സാധനമാണ് ആരോമ എന്ന് പറയുന്നത്. ഇത് പുറത്തു വരുന്നത് ഇങ്ങനത്തെ ബാഡ് സിറ്റുവേഷൻസിലാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ആര് തെറി പറഞ്ഞു കഴിഞ്ഞാലും തിരിച്ച് നിങ്ങൾ തെറിയാണോ പറയണേ, അതല്ലെങ്കിൽ അത് ചിരിയോടെ നേരിട്ടിട്ട് അവർക്ക് ഒരു സൊല്യൂഷൻ ആണ് കൊടുക്കണേ എന്നുള്ള ചിന്തിക്കുക. കാര്യം അതാണ് നിങ്ങളുടെ റിയൽ ടേസ്റ്റ് ഓഫ് ടീ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഹാവ് എ കപ്പ് ഓഫ് ടീ. എന്റെ കുറച്ച് വലിയ കപ്പാണ്. അപ്പൊ എന്തായാലും നല്ലൊരു ചായ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നിങ്ങൾ തന്നെ നല്ലൊരു ചായ ആയിട്ട് മാറട്ടെ. ഒരുപാട് പേർക്ക് എനർജി കൊടുക്കുന്ന, ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നിങ്ങളെ തന്നെ ഏറ്റവും വലിയ ഉയരത്തിൽ പ്രതിഷ്ഠിക്കാവുന്ന ആളുകളായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓവർ ടു യു ഗോപിക. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സോ ടീം മെമ്പേഴ്സ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ടീ സെഷൻ? അപ്പൊ ഒരു 5 പേര് ഒരു ഫീഡ്ബാക്ക് പറയാമോ? ഫസ്റ്റ് വരുന്ന 5 പേര് കേട്ടോ. ഓക്കെ, ആരാ ഫസ്റ്റ് പറയുന്നേ? പെട്ടെന്ന് നമുക്ക് ടൈം ആയിട്ടുണ്ട്. മാജിക് മോർണിംഗ് സാർ. മാജിക് മോർണിംഗ്. സാറേ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. സാറ് ഒരു ടീ ബാഗിനെ നമ്മുടെ ജീവിതത്തിലുമായിട്ട് ഉപമിച്ചിട്ട് ഒരു ചൂടുവെള്ളത്തിനകത്ത് നമ്മൾ ആ ടീ ബാഗ് ഇടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ടീയിലുള്ള ആ കടുപ്പവും, നമ്മൾ കൂടുതൽ ഇടുമ്പം കൂടുതലായിട്ട് ആ കടുപ്പം ഇറങ്ങും, കുറച്ചിടുമ്പോൾ കുറച്ചായിട്ട് ആ കടുപ്പം ഇറങ്ങും എന്ന് പറഞ്ഞ പോലെ. അതുപോലെ സാറ് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കഠിനാധ്വാനം ചെയ്യാൻ തോന്നുന്നത്, നമ്മുടെ ജീവിതം എന്താണെന്ന് പഠിക്കുന്നതും ഒക്കെ. അതുപോലെ നമ്മൾ ലോലുപതയിലൊക്കെ ജീവിക്കുമ്പോഴേ നമുക്ക് ജീവിതത്തിലോട്ട് നമ്മുടെ ജീവിതത്തിലോട്ടുള്ള ഒരു മത്സരം എടുക്കാനോ പോരാടാനോ ഒന്നും കഴിയില്ല നമ്മുടെ ആ സുഖത്തിൽ ജീവിക്കുമ്പോൾ. അപ്പം സാർ ഇന്ന് പറഞ്ഞത് നല്ലൊരു കാര്യമായിരുന്നു. നല്ല കടുപ്പത്തിലും നല്ല മധുരത്തിലും നല്ല പാലും ഒക്കെ ഒഴിച്ച് നല്ലൊരു ചായ ആയിരുന്നു സാറിന് തന്നത്. താങ്ക് യു സാർ. പറയണമെന്നുണ്ട്, എന്താ പറയേണ്ടതെന്ന് വരുന്നില്ല. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് a lot. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ദെൻ നെക്സ്റ്റ് വിപുല മാം ഒന്ന് പറയാമോ? വിപുല മാം ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസും കൂടെ ചെയ്യണേ. വിപുല മാമിനെ കേൾക്കുന്നുണ്ടോ? ഓക്കെ, നമ്മുടെ ന്യൂ ജോയിനി ആണ്. ഓക്കെ, ദെൻ വേറെ എല്ലാവരും അവിടെ ഉണ്ടോ? മാജിക് മോർണിംഗ്. ഓക്കെ, ശ്രീഷ്ണ മാം. സാർ, നല്ലൊരു സെഷൻ ആയിരുന്നു. നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ട് ഇങ്ങനെ കംഫർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്താലേ ലൈഫിൽ സക്സസ് ആവുള്ളൂ എന്ന്. ഞാനൊരു 5 വർഷം മുന്നേ അങ്ങനെ എൻ്റെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടാണ് എനിക്കിപ്പോൾ ഉള്ള ഒരു നല്ലൊരു പൊസിഷനിൽ ഓഫീസിലാണെങ്കിൽ ഇരിക്കാൻ പറ്റുന്നത്. അന്ന് ഞാൻ നല്ല കംഫർട്ട് സോണിലായിരുന്നു, പക്ഷെ നമുക്ക് മൈൻഡിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇതിൽ തന്നെ മുന്നോട്ട് പോയാൽ എവിടെ എത്തൂല എന്ന് തോന്നിയപ്പോൾ ഞാൻ തന്നെ എടുത്തൊരു റിസ്ക് കൊണ്ടാണ് കുറേ കഷ്ടപ്പാടുണ്ടായി. എന്നാലും ഫൈനലി നമുക്ക് നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റുന്നുണ്ട്.
അപ്പൊ റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിലേ സക്സസ് ആവുള്ളൂ എന്ന് എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു അതൊക്കെ നടക്കുമോ, പേടിയായിരുന്നു. പക്ഷെ ആ പേടി നമ്മൾ മാറ്റിയപ്പം അതിന്റെ ഔട്ട്പുട്ട് കണ്ടു തുടങ്ങി. സാർ ക്ലാസ് എടുത്തപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. മണി സർ. സാർ മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. നല്ല ചായ ആയിരുന്നു സാർ. നല്ല റിഫ്രഷ്ഡ് ആയി, നല്ല ഉന്മേഷം തോന്നുന്നുണ്ട്. ചായ കുടിച്ച പോലെ തന്നെ നല്ല കടുപ്പവും പാലും പഞ്ചസാരയൊക്കെ ഉള്ള ഒരു നല്ല ചായ. സാറ് പറഞ്ഞ പോലെ നമ്മൾ പ്രതികൂല സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അത് തരണം ചെയ്യുമ്പോഴാണ് നമ്മളെ യഥാർത്ഥത്തിലുള്ള കഴിവ്, ഉള്ളിലുള്ള കഴിവ് പുറത്തേക്ക് വരിക. അതുപോലെ തന്നെ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എടുത്തു ചാടുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടുള്ള നമുക്ക് കഴിവ് പുറത്തെടുക്കാനും നമ്മൾ വിജയങ്ങൾ കരസ്ഥമാക്കാനും പറ്റുക. മുമ്പ് സാറ് പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ള പല നല്ല എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഷിപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്വർണം അടിച്ചൊരുക്കിയാൽ തന്നെയാണ് നമുക്കതിന്റെ നല്ല ആഭരണമായിട്ട് കിട്ടുക എന്നുള്ളതും ഒരുപാട് നല്ല നല്ല എക്സാമ്പിൾ ഇന്നും തവളതിന്റെ കാര്യവും മറ്റേ ഈ പല കഫേ കോഫീൻ്റെ അതൊക്കെ വളരെ മെച്ചപ്പെട്ട എക്സാമ്പിളോട് കൂടിയിട്ട് പിന്നെ സാറിന്റെ ജീവിതത്തിലുള്ള സ്വന്തം അനുഭവങ്ങൾ ചേർത്തിട്ട് ഇന്നിപ്പോൾ നല്ലൊരു പോയിന്റാണ് ഈ ചായയിലൂടെ നമുക്ക് കിട്ടിയത്. അപ്പൊ ചായ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉന്നതിയിൽ എത്തണമെങ്കിൽ നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് നമ്മളെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ വിജയത്തിലേക്ക് എത്താനാണ്. അതുപോലെ സാറ് പറഞ്ഞ പോലെ റിവേഴ്സ് പാരനോയിഡിന്റെ കാര്യം നമ്മളിൽ ആ നന്മ ദൈവം നമുക്ക് കാണിച്ചു തരുന്നുള്ളത് തന്നെയാണ്. അതിന്റെ പുറകിൽ എന്ത് കാര്യം വരുമ്പോൾ അതും സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ ക്ലാരിറ്റി വന്നുകയും ചെയ്ത് നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു മണി സർ. ബഷീർ സർ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. ചായ കുടിച്ച് രാവിലത്തെ ബെറ്റി കിട്ടി. നല്ല നല്ല എക്സാമ്പിൾസ് ലൈഫിൽ തകർന്ന് വീണപ്പോ നമുക്കുള്ള സൊല്യൂഷൻ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ സിസിലിന്റെ ഓണർക്ക് അയാളുടെ സൊല്യൂഷൻ അയാളെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു ഡിസ്കഷൻ നടന്നില്ല. അയാളെ പ്രശ്നം ഒറ്റക്ക് കൊണ്ട് നടന്ന് ലൈഫ് നാലേടി ഭംഗിയായിട്ട് കൊണ്ടുവരുന്നു. പക്ഷെ അവര് ഒരു പഴയ ചീഫ് മിനിസ്റ്ററുടെ മകളാണ് എസ് എം കൃഷ്ണൻ. അവർക്ക് എന്നാലും ഓരോരുത്തർക്ക് സമയമുണ്ട്, ആ സമയം വരെ പ്രവർത്തിക്കുക. അങ്ങനെ ആയിരിക്കാം. നമ്മൾ കാണണമായിരുന്നല്ലോ, യൂണിവേഴ്സ് ഒരു വേറെ കണക്കൂട്ടലുണ്ട്, അതായിരിക്കാം. എന്തായാലും നമ്മൾ ഓരോ കംഫർട്ട് സോണിനും തട്ടും പുറത്തേക്ക് ചാടുമ്പോഴേ അടുത്തയിലേക്ക് നമുക്ക് എന്തെങ്കിലും ആകാൻ പറ്റുള്ളൂ. അതിനുള്ള ഏറ്റവും വലിയ തെളിവുകളാണ് സാറിന്റെ ലൈഫ് പറഞ്ഞതാണ്. ഞാനും പണ്ട് അങ്ങനെ തന്നെ ആയിരുന്നു. എല്ലാവരും ബാങ്ക് ജോലിന്റെ പിന്നാലെ പാഞ്ഞു, ഞാൻ എന്റെ കച്ചവടത്തിലേക്ക് റിസ്ക് എടുത്ത് ചാടി. ലൈഫ് അന്ന് ഞാൻ പാസ്സായ സമയത്തൊക്കെ സുഖാണ്, ബാങ്കിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ തട്ടിക്കീറാം. പക്ഷെ എനിക്ക് അന്ന് കച്ചവടത്തിലെ കയറിയോണ്ട് ഞാൻ നിലയിലെത്തി. വലിയ മോശമില്ലാത്ത ഏകദേശം അവരെ ലെവലിൽ തന്നെ എന്ന് പറയാം. അപ്പൊ നമ്മളിങ്ങനെ റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കാൻ ലൈഫിലൊന്നും ആവൂല. കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോ അതാണ് സാലറീഡ് എംപ്ലോയി ആകുമ്പോ ആ ഇതിലേ പോകാൻ പറ്റുള്ളൂ. മറ്റേ നമുക്ക് എന്ത് എത്തിപ്പിടിക്കാൻ പറ്റും, കോൺഫിഡൻസ് കൂടും. അതാണ് അതിന്റെ വലിയൊരു തെളിവാണ് സാറിന്റെ ഇപ്പോഴത്തെ ക്ലാസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക്സ്. ഓക്കെ, താങ്ക് യു ബഷീർ സർ. മാജിക് മോർണിംഗ്. ഓക്കെ, മാജിക് മോർണിംഗ്. താങ്ക് യു സർ. ഞാൻ ഒരു ചായ ടീ എന്നൊക്കെ പറഞ്ഞപ്പോ ഇത് ഞങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പെട്ടത് കുറച്ച് ഇതായിട്ടാണ് ഞാൻ അപ്പൊ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ സാറിന്റെ ഒരു ക്ലാസ് ഒക്കെ ഇങ്ങനെ ഈ ക്ലാസ് കേട്ട് കുറച്ച് മനസ്സിനൊരു ധൈര്യമൊക്കെ കിട്ടി. ഞാൻ എന്റെ മോനോട് പറയാറുണ്ട്, സാരില്ല, പിന്നെ നീ എത്ര സ്ട്രഗിൾ ചെയ്യണം അത്രയും നീ സ്ട്രോങ് ആവുകയാണ്. ഇപ്പൊ അവന് പ്രായം ചെറുതാണ്, നീ പ്രത്യേകിച്ച് ദൈവം അനുഗ്രഹിച്ച് വലിയ കടങ്ങളൊന്നുമില്ല, നീ മെല്ലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോ ഇങ്ങനെ ഒരു പുതിയൊരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞ പോലെ തുടങ്ങുകയാണ് അവന്റെ ബിസിനസ് എന്ന് വിചാരിച്ചിട്ടിപ്പോ. താങ്ക് യു സാർ. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നപ്പോ ചെറിയൊരു ആശ്വാസം ധൈര്യമൊക്കെ കിട്ടിയ പോലെ സാറിന്റെ ക്ലാസ് കേട്ടപ്പോ. ഞാൻ ഇതൊക്കെ പിന്നെ മകനോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ താങ്ക് യു സാർ. താങ്ക് യു സോ ഒരുപാട് മച്ച്. ആശ്വാസമായി സാർ.
താങ്ക് യു ഷീജ, താങ്ക്സ് അലോട്ട്. Thank you, Shija ma'am. Thank you so much. So, team members. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് അഖില. സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് നമ്മളെയും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയും നല്ലോണം മനസ്സിലാവണം. ഈ സത്യം. ചുറ്റുമുള്ള ആൾക്കാരെല്ലാം നമ്മളെ ഒഴിവാക്കുന്ന ഒരു സമയം നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴായിരിക്കും. നമ്മൾ ഏത് രീതിയിലുള്ള മാനസികമായിട്ടും ഒരാളല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേര് മാത്രമേ നമുക്ക് കൂടെ കാണുള്ളൂ. ഒരുപാട് പേര് നമ്മളെ ഒഴിവാക്കുന്നവരായിരിക്കും. ആ സമയത്ത് നമുക്ക് കയറി വരണം അല്ലെങ്കിൽ വിജയിക്കണം എന്ന് നമുക്കൊരു ചിന്ത ഉണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ മനസ്സിലാക്കും നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ശക്തി ഉണ്ട് എന്നുള്ളത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന് നമ്മളിലുള്ള ഒരാളുടെ പുറത്തെടുക്കാൻ വേണ്ടി പ്രകൃതി തന്നെയായിരിക്കും ചിലപ്പോൾ നമുക്ക് അങ്ങനെ സിറ്റുവേഷൻ തരുന്നതെന്ന് തോന്നുന്നു. ആ ഒരു പവർ നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഒന്നും അതിൽ നിന്ന് എന്താണ് ഉരുക്കി നല്ല ഒരു ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് തരുന്നതായിരിക്കും. അത് നമ്മൾ എത്രത്തോളം അതിലോട്ട് വേണം എന്ന് പറഞ്ഞ് ചിന്തിച്ച് മുന്നോട്ട് വരാൻ ശ്രമിക്കുമെങ്കിൽ നമ്മൾ അതിൽ വരും. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ആത്മഹത്യ കൊണ്ട് അത് അവിടെ കൊണ്ട് തീർക്കും. അങ്ങനെയല്ലേ സാർ നടക്കുന്നേ? പൊതുവേ ലോകത്ത് അങ്ങനെ നടക്കുന്നതെന്ന് തോന്നുന്നു. ഇതിന്ന് രക്ഷപ്പെടണം എന്നുള്ളത് ആര് സഹായിക്കുന്നെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് നിന്നാലും ജയിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും ഈ വരുന്നത്. തോന്നുന്നത് സാറിന്റെ ക്ലാസ് അടിപൊളിയാണ്. താങ്ക് യു സാർ. താങ്ക് യു അഖില, താങ്ക് യു സോ മച്ച്. താങ്ക് യു അഖില മാം. സോ നമുക്ക് ടൈം ആയിട്ടുണ്ട്. എനിവേ താങ്ക് യു ടീം മെമ്പേഴ്സ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദി സെഷൻ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓസ്റ്റിൻ സാർ. Thank you, Austin sir. Thank Thank you all. you, Austin sir. Thank you all.